പാലാ നിയോജക മണ്ഡലത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ടവരും വ്യവസായ പ്രമുഖരും അടക്കം 50ഓളം പേർ BJPയിൽ ചേർന്നു. ഭാരതീയ ജനതാ പാർട്ടിയുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഭാഗമായാണ് അംഗത്വ വിതരണം നടത്തിയത്. പാലാ കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് സൊസൈറ്റി ഹാളിൽ ചേർന്ന യോഗത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പുതിയ അംഗങ്ങൾക്ക് മെമ്പർഷിപ്പ് നൽകി. BJP പാലാ മണ്ഡലം പ്രസിഡന്റ് ബിനീഷ് ചൂണ്ടച്ചേരി അധ്യക്ഷനായിരുന്നു. വരാൻ പോകുന്ന കാലം BJPയുടേതാണെന്നും കേരള രാഷ്ട്രീയം BJPക്കായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നും യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കെ സുരേന്ദ്രൻ പറഞ്ഞു. സഭകൾ പിന്തുണച്ച എംപിമാരും MLAമാരുമായിരുന്നവർ ആരും അതിനെതിരെ ശബ്ദിക്കാനില്ല. ഈ പാലയിൽ നിന്നുകൊണ്ട് ഞാൻ പറയുന്നു, പാലാ ബിഷപ്പ് അദ്ദേഹത്തിന്റെ ഞായറാഴ്ചത്തെ കുഞ്ഞാടികളോടുള്ള സംസാരത്തിനിടയിൽ ഒരു വാചകം, ഒരു മണിക്കൂർ പ്രസംഗത്തിൽ ഒരു വാചകം അവരുടെ എക്സ്പീരിയൻസ്, ഇത് ഞങ്ങളുടെ എക്സ്പീരിയൻസ് ആണ്, ഞങ്ങൾക്ക് ജാഗ്രതയോടെ കുടുംബങ്ങൾ കഴിയേണ്ടി വരുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു, പെൺകുട്ടികളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ആശങ്ക, ഒരൊറ്റൊരു വാചകം അദ്ദേഹം പറഞ്ഞപ്പോണ്ടായ കോലാഹലം, കൊല്ലാപ്പ്, ആരുണ്ടായിരുന്നു കൂടെ? BJPയും PC ജോർജും RSSും അല്ലാതെ അന്ന് കൂടെ നിൽക്കാൻ ആരുണ്ടായിരുന്നു എന്നുള്ള റിയാലിറ്റി നാം തിരിച്ചറിയണം. വോട്ട് കൊടുത്ത അധികാരത്തിൽ MPമാരും MLAമാരും 25, 30, 40 കൊല്ലം ജയിപ്പിച്ചവർ ഒരൊറ്റ ഒരാൾ പോലും കിട്ടി. ഒരു കോളേജിൽ വെള്ളിയാഴ്ച ഞങ്ങളുടെ കുട്ടികൾക്ക് നമാസ് നടത്താൻ പ്രത്യേക സ്ഥലം വേണമെന്ന് പറഞ്ഞപ്പോ BJP പ്രസിഡന്റും PC ജോർജും ഒരു പ്രസ്താവന ഇറക്കിയപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഇത് ഒരൊറ്റ ക്രിസ്ത്യൻ വോട്ട് കിട്ടി MPമാരും MLAമാരായിരുന്നവർ അന്ന് ശബ്ദിച്ചു. 2026 കേരളം BJP ഭരിക്കുന്നതിലേക്കുള്ള ആദ്യപടിയാണ് പാലായിൽ ന്യൂനപക്ഷ സമുദായ അംഗങ്ങൾ അടക്കമുള്ളവരുടെ പാർട്ടി മെമ്പർഷിപ്പ് സ്വീകരണമെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ മുൻ MLA PC ജോർജ് അഭിപ്രായപ്പെട്ടു. BJP ജില്ലാ അധ്യക്ഷൻ ലിജിൻലാൽ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷോൺ ജോർജ്, ജില്ലാ സെക്രട്ടറി സോബിൻലാൽ, ന്യൂനപക്ഷ മോർച്ച ദേശീയ ഉപാധ്യക്ഷൻ നോബിൾ മാത്യു, ന്യൂനപക്ഷ മോർച്ച ദേശീയ സമിതി അംഗം സുമിത് ജോർജ്, ന്യൂനപക്ഷ മോർച്ച ജില്ലാ പ്രസിഡന്റ് റോജൻ ജോർജ്, സജി S തെക്കേൽ, സെബി പറമുണ്ട, രഞ്ജിത് G മീനാഭവൻ എന്നിവർ സംസാരിച്ചു.